എല്ലാവർക്കും നമസ്കാരം. UK എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. BCOMനകത്തൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു മൊഡ്യൂളാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇന്നത്തെ ഒരു ഭാഗത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഫീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വരും ക്ലാസ്സുകളിൽ ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതോടൊപ്പം തന്നെ ഇൻവോയ്സ് പ്രൈസ്, ഓരോന്നിനകത്തും വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിനകത്ത് ചർച്ച ചെയ്യും. ഈ ചാനലിലൂടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നല്ല. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് പറയുന്നതിന് മുൻപ് ആദ്യം എന്താണ് കൺസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസൈൻ എന്ന് പറഞ്ഞാൽ ടു സെൻഡ് എന്നാണ്. കൺസൈൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടു സെൻഡ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രേഡർ ഉണ്ടാവും, ഒരു ട്രേഡർ അല്ലെങ്കിൽ വ്യാപാരി അല്ലെങ്കിൽ മാനുഫാക്ചറർ. ട്രേഡർ, ഒരു മാനുഫാക്ചറർ, അതുപോലെ തന്നെ ഏജൻറ്റ്. മാനുഫാക്ചറർ അതോടൊപ്പം തന്നെ ഏജൻറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XY ലിമിറ്റഡ് ഓഫ് ട്രിവാൻഡ്രത്തുള്ള XY ലിമിറ്റഡ് അവരുടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നു. വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നു. ഉദാഹരണത്തിന് അജയിനെ ഏൽപ്പിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു കമ്പനി അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കുകയും ആ ഏജൻറ്റ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഒരു വിൽപ്പന നടത്തുകയും അതിനുശേഷം ഇവരുടെ അതിൻ്റെ സെയിൽസ് നടത്തിയിട്ട് സെയിൽസ് പ്രൊസീഡ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺസൈൻമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് XY ലിമിറ്റഡ്, ട്രിവാൻഡ്രത്തുള്ള XY ലിമിറ്റഡാണ് ട്രേഡർ അല്ലെങ്കിൽ മാനുഫാക്ചർ എന്നുള്ളത്. അജയ് ആണ് ഏജൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XY ലിമിറ്റഡ് ട്രിവാൻഡ്രം അജയ്ക്ക് ഒരു 100 യൂണിറ്റുള്ളൊരു സാധനം ഒരു യൂണിറ്റിന് ഒരു 50 വെച്ചുകൊണ്ട് അജയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഇതെന്താണ്? ഇത് കൺസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഗുഡ്സ് എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. XY ലിമിറ്റഡ് അജയ് ലിമിറ്റഡിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. അപ്പം ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് XY ലിമിറ്റഡിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും രീതിയിനകത്തുള്ള എക്സ്പെൻസ് ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഗുഡ്സ് അജയ് വാങ്ങിയിട്ട് അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗോഡൗൺ ചാർജസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാർജസോ ഒക്കെ ഇത്തരത്തിലുള്ള എക്സ്പെൻസും ആരുടെ ഭാഗത്തുണ്ടാവും? അജയിൻ്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ എന്നിട്ട് അജയ് എന്ത് ചെയ്യുന്നു? അത് വിൽപ്പന നടത്തി കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ ആർക്ക് കൊടുക്കുന്നു? തിരിച്ചിട്ട് XY ലിമിറ്റഡിന് കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിനാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? കൺസൈൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രേഡർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഏജൻറ്റ്. XY ലിമിറ്റഡാണ് ഇവിടെയുള്ള ട്രേഡർ അല്ലെങ്കിൽ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ അജയ് ആണ് ഇവിടുത്തെ ഏജൻറ്റ് എന്നല്ല. അതുകൊണ്ട് തന്നെ കൺസൈൻമെൻറ്റ് നമുക്ക് പറയാം ഇതൊരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം. കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. ഇവിടെയുള്ള ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഏജൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കമ്മീഷൻ ഏജൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ള കമ്മീഷൻ ചിലപ്പോൾ അത് പല രീതിയിനകത്തുള്ള കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഓർഡിനറി കമ്മീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്മീഷനാണ്. അജയ് എത്രയാണോ സെയിൽസ് നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് ഓർഡിനറി കമ്മീഷൻ പല ടൈപ്പിലുള്ള കമ്മീഷനുണ്ട്. ഓർഡിനറി, ഡെലക്ടഡ്, ഓവർ റൈഡിങ്, ഇങ്ങനെയുള്ള പല ടൈപ്പുള്ള കമ്മീഷനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അജയ്ക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി അജയ്ക്ക് എന്തൊരു കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യും. നോർമലി ആ കമ്മീഷൻ ഉണ്ടാകുന്നത് സെയിൽസിൻ്റെ മുകളിലാണ്. ഉദാഹരണത്തിന് ഇപ്പം അജയ് ഈ 100 യൂണിറ്റിനകത്ത് 100 യൂണിറ്റുള്ള സാധനം 100 യൂണിറ്റ് അജയ് വിൽക്കുന്നത് ഒരു 60-നാണ് വിൽക്കുന്നത് എങ്കിൽ 60-ക്കാണ് വിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ടോട്ടൽ എത്രയാണ്? ഇവിടെ 6000 റുപ്പീസാണ് ടോട്ടലിൽ. ഇതിന് മുകളിൽ എന്താണ് കമ്മീഷൻ ആർക്കുണ്ടാവും? അജയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ 10% അല്ലെങ്കിൽ 5% ആണെങ്കിൽ ആ കമ്മീഷൻ ആർക്ക് കിട്ടും? അജയ്ക്ക് കിട്ടും. അപ്പോൾ ഉദാഹരണത്തിന് 10% ആണ് കമ്മീഷൻ, അല്ലെങ്കിൽ 5% കമ്മീഷൻ ആണെങ്കിൽ ഇവിടെ അജയുടെ കമ്മീഷൻ എത്രയായിരിക്കും? 300 രൂപ എന്ന് പറഞ്ഞാൽ അജയുടെ കമ്മീഷൻ ആയിരിക്കും. ഓക്കെ. ഇവിടെ ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത് കമ്മീഷന് വേണ്ടിയിട്ടാണ് ഏജൻറ്റ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് ഉള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഈ ഗുഡ്സ് ട്രേഡർ അല്ലെങ്കിൽ മാനുഫാക്ചർ ഏജൻറ്റിന് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഓണർ ആര് തന്നെയാണ്? ഈ ട്രേഡർ മാനുഫാക്ചർ തന്നെയാണ് ഓണർ എന്നുള്ളത്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും
ഈ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ ഗുഡ്സ് കോൾ ബാക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടാവും? ഈ ട്രേഡർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചർക്ക് ഉണ്ടാവും. ഓണർഷിപ്പ് ആർക്ക് തന്നെയായിരിക്കും? ഇവിടെയുള്ള ട്രേഡർക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 പോയിൻ്റ് പറയാൻ വിട്ടുപോയുണ്ട്. അതായത് ഇവിടെ ട്രേഡർ അല്ലെങ്കിൽ മാനുഫാക്ചറർ അല്ലെങ്കിൽ ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് കൺസൈനർ എന്നുള്ളത്. ഇനി ആരാണോ ഈ ഗുഡ്സ് ഒരു ഏജൻറ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് കൺസൈനി എന്നുള്ളത്. 2 ടേം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസൈൻമെൻറ്റിനകത്ത് കൺസൈനി എന്നുള്ളത് ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ആ വ്യക്തി വിളിക്കുന്ന പേരാണ് കൺസൈനർ. നോർമലി ആരായിരിക്കും? ഒരു ട്രേഡർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ആയിരിക്കും. അത് കൺസൈനർ എന്ന് പറഞ്ഞാൽ ഏജൻ്റ് ആയിരിക്കും. ആര്? കൺസൈനി എന്ന് പറഞ്ഞാൽ ഈ കൺസൈനിയാണ് കൺസൈനർക്ക് വേണ്ടിയിട്ട് വിൽപ്പന നടത്തിയിട്ട് ആർക്ക് തിരിച്ചു കൊടുക്കുന്നത്? കൺസൈനർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏജൻറ്റ് എന്ത് കിട്ടും? ഒരു കമ്മീഷൻ ഏജൻറ്റിന് പ്രൊവൈഡ് ചെയ്യും. നോർമലി ആ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ 5% കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ്റെ എമൗണ്ട് 300 ആണ് ഇവിടെ കമ്മീഷൻ എന്ന് പറഞ്ഞു. അപ്പം അത്തരത്തിലുള്ളതാണ് ഇവിടെ കൺസൈനി എന്നുള്ളത്. ഇനി ഇതിനകത്തുള്ള എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് വഹിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മാനുഫാക്ചർക്കാണ് അല്ലെങ്കിൽ ട്രേഡർക്കാണ്. കാരണം അയാളാണ് അതിൻ്റെ ഓണർ എന്നുള്ളത്. അപ്പോൾ അയാൾക്കാണ് അതിൻ്റെ അധികാരം എന്നുള്ളത്. ഇനി കൺസൈൻമെൻറ്റിനകത്ത് കൺസൈനി കമ്മീഷനുള്ള പറഞ്ഞു. കമ്മീഷൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഈ കൺസൈൻ ചെയ്യുന്നതിന് സമയത്ത് കൺസൈനർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കൺസൈനർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്തുള്ളത്. ഒന്ന് അക്കൗണ്ട് സെയിൽസ് എന്നുള്ളത്, അക്കൗണ്ട് സെയിൽസ്. ദെൻ നെക്സ്റ്റ് പ്രൊഫോർമ ഇൻവോയ്സ്. പ്രൊഫോർമ ഇൻവോയ്സ് എന്നുള്ളത് കൺസൈനിക്ക് കൊടുക്കുമ്പം ഉള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രൊഫോർമ ഇൻവോയ്സ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പ്രൊഫോർമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനറാണ്. പ്രൊഫോർമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യും. എത്ര സാധനങ്ങളാണ്, എത്ര ഗുഡ്സാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള എത്ര യൂണിറ്റ്, ഇതൊക്കെ കുറിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻവോയ്സ് ആണെന്ന് പറഞ്ഞാൽ പ്രൊഫോർമ ഇൻവോയ്സ് എന്നുള്ള പ്രൊഫോർമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനറാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞു, എന്താണ് അക്കൗണ്ട് സെയിൽസ് എന്നുള്ളത്. ഈ അക്കൗണ്ട് സെയിൽസ് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം അവരുടെ സെയിൽസ് നടത്തിയതിന് ശേഷം എത്രയാണ് സെയിൽസ് നടത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിക്കുന്നതാണ് അക്കൗണ്ട് സെയിൽസ് എന്നുള്ളത്. അക്കൗണ്ട് സെയിൽസ് ആര് പ്രിപ്പയർ ചെയ്യുന്നതാണ്? കൺസൈനിയാണ് അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ആർക്ക് കൊടുക്കും? കൺസൈനർക്ക് കൊടുക്കും. അതാണത് അക്കൗണ്ട് സെയിൽസ് എന്നുള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല, പൊസഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 100 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 50 വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെയാണ്? കൺസൈനറുടെ കയ്യിൽ തന്നെയാണ്. എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ? ഓൺലി പൊസഷൻ മാത്രമേ ആർക്ക് കൊടുക്കുന്നുള്ളൂ? ഏജൻറ്റിന് അല്ലെങ്കിൽ കൺസൈനിക്ക് പൊസഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഓണർഷിപ്പ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് തിരിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? കൺസൈനർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫോർമ ഇൻവോയ്സും അതോടൊപ്പം തന്നെ അക്കൗണ്ട് സെയിൽസും എന്നുള്ളത്. ഇനി ഇതിനകത്ത് ഇപ്പം കൺസൈനർ ഭാഗത്ത് നിന്ന് പല രീതിയിനകത്തുള്ള എക്സ്പെൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും. കാരണം ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് എക്സ്പെൻസ് കൺസൈനറുടെ ഭാഗത്തുണ്ടാകും. ഉദാഹരണത്തിന് ഒരു 100 രൂപ എക്സ്പെൻസ് കൺസൈനറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസൈനർ ഭാഗത്ത് അത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി സമയത്ത് ചിലപ്പോൾ പല ഇതിനകത്തുള്ള എക്സ്പെൻസും കൺസൈനിക്കും ഉണ്ടാകും. കാരണം കൺസൈനർ ഭാഗത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഗോഡൗണിന് പൈസ കൊടുക്കേണ്ടി വന്നിട്ട് ഗോഡൗണിൻ്റെ വാടക എന്ന രീതിയിൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അപ്ലോഡിങ് ചാർജസ് എന്തെങ്കിലും ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് ആരുടെ ഭാഗത്തുണ്ടാവാം? കൺസൈനിയുടെ ഭാഗത്തുനിന്ന് എക്സ്പെൻസ് ഉണ്ടാവാം. അപ്പം ഇതിനകത്ത് ചിലപ്പം ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനകത്ത് ചില സന്ദർഭങ്ങളിൽ കൺസൈനിയോട് പറയും, ഇത് സെയിൽസ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അഡ്വാൻസ് എമൗണ്ട് ഇവിടെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു കോഷൻ ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ ക്യാഷോ ബാങ്കോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ രൂപത്തിൽ ഒരു അഡ്വാൻസ് എമൗണ്ട്
സെയിൽസ് നടത്തുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് എമൗണ്ട് ഇവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് തരണം എന്ന് ചില കേസിനകത്ത് കൺസൈനർ എന്നുള്ളത് പറയും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒക്കെ ഉണ്ട്. അപ്പം അതും കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം, അഡ്വാൻസ് എമൗണ്ട് എന്നുള്ളത്. പിന്നെ കൺസൈനറുടെ ഭാഗത്തുനിന്ന് പല ഇതിനകത്തുള്ള എക്സ്പെൻസ് ചെയ്യുന്ന സമയത്തുള്ളത്. ഇതിനകത്ത് ഇപ്പം ഇവിടെയുള്ളത് കൺസൈനർ കൊടുക്കേണ്ടത് 50 ഒരു യൂണിറ്റിന് 50 വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ കൺസൈനി അതിൻ്റെ ബെസ്റ്റ് പ്രൈസിനാണ് കൺസൈനി എന്നുള്ളത് സെയിൽസ് നടത്തുന്നത്. അതായത് 60 റുപ്പീസിനാണ് കൺസൈനി എന്നുള്ളത് സെയിൽസ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനായിരിക്കും ആര് സെയിൽസ് നടത്തുന്നുണ്ടാവുക, കൺസൈനി സെയിൽസ് നടത്തുന്നുണ്ടാവുക. കാരണം അയാൾക്ക് അതിനകത്ത് എന്തെയും എക്സ്ട്രാ കമ്മീഷനും അതോടൊപ്പം തന്നെ ഇതൊക്കെ ഉണ്ടാവും ആർക്ക്, കൺസൈനിക്ക് തന്നെ. ഇത്തരത്തിലുള്ള ഈ കമ്മീഷൻ എന്നുള്ളത്, കമ്മീഷൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കമ്മീഷൻ പ്രധാനമായിട്ടും 3 ടൈപ്പാണ് കമ്മീഷൻ എന്നുള്ളത്. അതായത് കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷൻ പ്രധാനമായിട്ടും 3 ടൈപ്പാണെന്നുള്ളത്. ഒന്ന് ഓർഡിനറി കമ്മീഷൻ എന്നുള്ളത്. ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ സെയിൽസ് ആ സെയിൽസിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷൻ കൊടുക്കും. ഈ കേസിനകത്ത് എത്രയായിരിക്കും, 6000 ആണുള്ള സെയിൽസിൽ അതിൻ്റെ 5% കമ്മീഷൻ, അതായത് 300 രൂപയാണ് ഇവിടെ കമ്മീഷനായിട്ട് വരുന്നത്. പിന്നെ ചിലപ്പം അതിനകത്ത് വേറെ ടൈപ്പുള്ള കമ്മീഷൻ ഉണ്ട്. അതായത് ഡെൽ ക്രെഡർ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷനുണ്ട്. ഡെൽ ക്രെഡർ കമ്മീഷൻ, ഡെൽ ക്രെഡർ കമ്മീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഇപ്പോൾ എമൗണ്ട് ഓഫ് ബാഡ് ഡെപ്റ്റ് റിക്കവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മീഷനാണ് ഡെൽ ക്രെഡർ കമ്മീഷൻ എന്നുള്ളത്. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, ഓവർ റൈഡിങ് കമ്മീഷൻ ഉണ്ട്. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ കമ്മീഷൻ കൊടുക്കും, പ്ലസ് അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ കമ്മീഷൻ കൂടി കൊടുക്കും. എക്സ്ട്രാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കും. അങ്ങനെയാണ് 3 ടൈപ്പുള്ള കമ്മീഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു വെക്കാം. അപ്പം ഈ പറഞ്ഞ ഈ എക്സാമ്പിളിൻ്റെ കേസിനകത്ത് ഇവിടെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന എത്രയാണ്, 5000 ആണ്. 5000 ആണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഇവർ സെയിൽസ് നടത്തുന്നത് 6000 ആണ്. 6000 ഈ 300 രൂപയുടെ കമ്മീഷനും 200 രൂപയുടെ എക്സ്പെൻസും കഴിച്ചിട്ട് 5500 രൂപയായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാലൻസ് എമൗണ്ട്. അത്ര എമൗണ്ട് ആയിരിക്കും അജയ് ആർക്ക് കൊടുക്കുന്നുണ്ടാവുക, XY ലിമിറ്റഡിനകത്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പം ഇതിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് പറയാം. എങ്കിൽ കൂടി ഇതിൽ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് കൺസൈനറാണ്. ഈ കൺസൈനറുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിനകത്ത് കൺസൈൻമെൻറ്റിനകത്ത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യും. കൺസൈൻമെൻറ്റിൻ്റെ ബുക്കിനകത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റ് ഓർ ലോസ്, കൺസൈൻമെൻറ്റിനകത്ത് ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺസൈനിയുടെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. കൺസൈനിയുടെ അക്കൗണ്ടും ആര് പ്രിപ്പയർ ചെയ്യും, ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനറുടെ ബുക്കിനകത്ത് ഈ 2 അക്കൗണ്ടാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺസൈനിയുടെ ബുക്കിൽ അതായത് ഇവിടെ അജയ്